മിസ്ലീഡിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ ഒരു പോയിൻ്റാണ് ഇയാൾ ഇപ്പോൾ പറഞ്ഞത് പോയ്സൺ കുടിച്ചു, പക്ഷേ അതിലെ വൈദ്യപരിശോധനത്തിൽ ഒന്നും മനസ്സിലായില്ല. സോ ദാറ്റ് തിങ് ഈസ് എ ഡൗട്ട്ഫുൾ ആക്ച്വലി. ആ ഡൗട്ട്ഫുൾ കാര്യം നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ കൂടാതെ മറ്റു കാര്യം ഇയാളുടെ വിശദമായിട്ട് ഇപ്പോൾ മൊഴി എടുത്തിട്ടുണ്ട്. 1 by 1 ഈച്ച് പോയിന്റ് നമുക്ക് വെരിഫൈ ചെയ്യാം. ഇയാൾക്ക് ഈ വനമേഖല വേറെ എങ്ങോട്ടെങ്കിലും കടക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒളിയിടം മാറാൻ അങ്ങനെയുള്ള പദ്ധതി ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ പ്ലാനിങ് ആയിരിക്കും, ഭക്ഷണം കഴിച്ചിട്ട് എവിടേക്കോ ഓടിപ്പോവാ. ഈ കൊലയ്ക്ക് ശേഷം തറവാട്ടിൽ വന്നുകൊണ്ട് പറഞ്ഞില്ല, അപ്പോൾ ആ സമയത്ത് വീട്ടുകാരോട് ആരെങ്കിലും ഈ കൊലയെ കുറിച്ച് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇയാളുടെ ഫോൺ ഉണ്ടായിട്ടില്ല കയ്യിൽ. ആ സമയത്ത് ഫോൺ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അല്ല, ഈ വീട്ടുകാരോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? തറവാട്ട് വീടിൻ്റെ ആ ഭാഗത്തേക്ക് പോയപ്പോൾ വീട്ടുകാരോട് ആരോടെങ്കിലും ഈ കൊലയെ കുറിച്ച് പറഞ്ഞിരുന്നോ? ഇല്ല. ഏട്ടൻ രാധാകൃഷ്ണന്റെ വീട്ടു വഴി പോയി എന്ന് പറഞ്ഞു, അവിടെ പോയിട്ടില്ല. ആ വീട്ടു വഴി പോയിട്ടില്ല, ഏട്ടനിന്റെ വീട് ഭാഗത്ത് പോയിട്ടില്ല. ഇയാൾ നേരെ മണലൊക്കെയാണ്. മണികണ്ഠൻ ഒരു പേരാണ് അയാളുടെ. 2-3 ഫോണാണ് ഇയാൾ ഉപയോഗിച്ചത്. ബിക്കോസ് വെൻ എവർ ഹി ഈസ് യൂസിങ് എ സിം in some other phone that will come in our this IMI trace. So അങ്ങനെയാണ് നമുക്ക് IMI trace കിട്ടിയത്. ഇയാളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നുള്ളത് കണ്ടെത്തുന്നത്. അതുപോലെ കുറേ കാലം ഇയാൾ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു വ്യക്തത വന്നിട്ടുണ്ടോ? ഡ്രൈവറായിട്ട് ഇയാളാണ് ജോലി ചെയ്തത്. വിദ്യാഭ്യാസം 10ാം ക്ലാസ്. ഇല്ല, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. കൺഫേം ചെയ്യാം. പാസ്സായിട്ടില്ല, 10ാം ക്ലാസ് വരെ പഠിച്ചു. വൈഫ് +2. നോക്കിയിട്ട് കൺഫേം ചെയ്യേണ്ടത്. ഒരുപാട് കാലം ഇയാൾ ലോറി ഡ്രൈവറായിട്ടാണ്. കുടുംബത്തിൽ അത് നമുക്ക് അന്വേഷിച്ചിട്ട് ഇപ്പോൾ നോക്കേണ്ടി വരും. പ്രാഥമികമായിട്ട് ആ പോയിന്റ് വരെ നിങ്ങൾ പോയിട്ടില്ല. ഡീറ്റെയിൽഡായിട്ട് ഒരു ബോധ്യം, ചെറിയ ബോധ്യമാണ് ഉള്ളത്. പക്ഷേ പൂർണ്ണമായിട്ട് അത് ഇതില്ല. ഒരു എന്താ പറയുക, ഒരു റിപ്പൻറ്റ് പോലെ അയാൾക്കില്ല. ഗിൽറ്റ് ഫീലിംഗ് അങ്ങനെയല്ല. അതൊരു സന്തോഷം പോലെ തന്നെയാണ്. ഇയാളുടെ കൂടെ ജയിലിൽ കഴിഞ്ഞവരുടെയൊക്കെ അല്ല, ആ ലെവലിലേക്ക് ഇപ്പോൾ അന്വേഷണം പോയിട്ടില്ല. ഇത് നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടതാണ് ആ കാര്യം. അദ്ദേഹം പുറത്തിറങ്ങിയാൽ ഭീഷണിയാവുന്നുള്ളൊരു ഭയം എപ്പോഴും നിൽക്കുന്നില്ല. കുട്ടികൾക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും സഹോദരങ്ങൾക്കൊക്കെ നിൽക്കുന്നു. ഈ റിമാൻഡ് ചെയ്യുമ്പോൾ അത് കോടതിയെ പ്രത്യേകമായി അറിയിക്കുമോ? അദ്ദേഹം കൂടാതിരിക്കാവുന്ന സംവിധാനം പോലീസിൻ്റെ ഭാഗത്ത്? അതെ. അത് നമുക്ക് പ്രത്യേകമായിട്ട് ഉറപ്പാക്കാം. അതുപോലെ തന്നെ കേസിൻ്റെ അന്വേഷണം അത്ര പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് ട്രയലിൻ്റെ നടപടികളിലേക്ക് കൊണ്ടുപോയിട്ട് ശിക്ഷ കിട്ടാനുള്ള സംവിധാനം കൂടി നമുക്ക് അത്ര വേഗം ഇതിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ക്രൈം സീൻ റീക്രിയേഷൻ എന്നാണ് പറഞ്ഞത്. ഇയാൾ എവിടെ പോയി, ഇതിൻ്റെ ശേഷം ഏത് വഴിയിലേക്ക് എങ്ങനെ രക്ഷപ്പെട്ടു, എങ്ങനെ വന്നത്, ആ കാര്യമാണ് ഉള്ളത്. പിന്നെ ഈ കോഴിക്കോട് ഏത് ക്വാറിയിൽ ഇയാൾ ഉണ്ടായിരുന്നു, ആ മുറികൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ടതാണ്.